ഫ്രണ്ട്സ്, ഞാൻ ജോയി തലക്കാടൻ. ഞാനിന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് പയേജ. സ്പാനിഷിൽ പയേജ എന്ന് പറയും, ഇംഗ്ലീഷിൽ പയേല എന്ന് പറയും. അത് ചിക്കനോട് ഉണ്ടാക്കുന്ന പയേലയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനൊരു 800 ഗ്രാം ചിക്കൻ മീഡിയം സൈസായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഇതേപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കോ ഇതേപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇതേപോലെ എടുത്തതുണ്ട്. ബീൻസ് രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് ക്ലീൻ ചെയ്ത്, അതുപോലെ കുറച്ച് സവാള, പിന്നെ അതിനാവശ്യമായിട്ട് അരി 2 ഗ്ലാസ് അരിയാണ്. ഞാൻ ഈ ഗ്ലാസ്സുമേ 2 ഗ്ലാസ് അരി, അതിൻ്റെ നമ്മൾ ബിരിയാണിയിലൊക്കെ ഒഴിക്കുന്ന പോലെ ഇരട്ടി വെള്ളം ഒഴിക്കണം. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. പിന്നെ അതിനാവശ്യമായിട്ട് കുറച്ച് പേർലി, പിന്നെ കുറച്ച് കുരുമുളക് ഒരു പൊടിക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. നോർമൽ ചില സ്പാനിഷുകാർ ചേർക്കില്ല, ഞാൻ ചേർക്കുക നല്ലതായിരിക്കും. പിന്നെ ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിനകത്ത് നമുക്ക് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതായിരിക്കും. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് നമ്മൾ ക്യാപ്സിക്കോൻ്റെ ചുമന്ന ഒരു പൊടിയുണ്ട്, അത് ചേർത്താൽ നല്ലതായിരിക്കും. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇനി എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന് നോക്കാം. പിന്നെ കുറച്ച് ചെമ്മീൻ കൂടിയുണ്ട് കേട്ടോ. വലിയ ടൈഗർ പ്രോൺസൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതാണ്. വലിയ കൊഞ്ച് പോലത്തെയൊക്കെ ഇതിനകത്ത് ഇടുന്നത് നല്ലതാണ്. അതിന് വെറൈറ്റി പയേജകളുണ്ട്. അത് നമുക്ക് അങ്ങനെ കുക്ക് ചെയ്യണമെന്ന് നോക്കാം. ഞാനൊരു പാൻ വച്ചിട്ടുണ്ട്. ഈ പാനിന് ഇത് പരന്ന പാനാണ് കേട്ടോ. ഇതിന് ഈ പയേജയ്ക്ക് ഉപയോഗിക്കുന്നത് പരന്ന സൈസിലുള്ള പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് ഇത് ക്ലിയറായിട്ട് റെഡിയാൻ വരുന്നത്. ഞാൻ ഒരു പാൻ വച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒലിവ് ഓയിൽ, വെർജിൻ എക്സ്ട്രാ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിനകത്തേക്ക് സവാള ചെറുതായിട്ട് വാടി തന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി ക്യാപ്സിക്കോയും അതേപോലെ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് വാടി തുടങ്ങുമ്പോഴേക്കും ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്യാണ്. അതുപോലെ ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസും കൂടി ആഡ് ചെയ്യാണ്. ഇതൊന്ന് റെഡി ആയി തുടങ്ങുന്ന ഇതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ ആഡ് ചെയ്യാം. ഞാൻ ഇതിനകത്തേക്ക് ഇനി ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്താണ്. അതുപോലെ തന്നെ കുറച്ച് പ്രോൺസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പയേജ ഇങ്ങനെ റെഡി ആവാറായിട്ടുണ്ട്. അതിന് റൈസ് ഇട്ടിട്ടില്ല. ഞാൻ കുറച്ചുകൂടി ടൊമാറ്റോ സോസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിലർ ടൊമാറ്റോ എങ്ങനെ വേണമെങ്കിൽ ഇടാം. ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാം. ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 ഗ്ലാസ് അരിയാണ് എടുക്കണം. അതിന് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അങ്ങനെ പയേജ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചിക്കൻ കൊണ്ടുണ്ടാക്കുന്ന പയേജയാണ് കേട്ടോ. പയേല എന്ന് ഇംഗ്ലീഷിൽ പറയും, സ്പാനിഷിൽ പയേജ എന്ന് പറയും. ഇത് കൂടുതൽ വലിയ ചെമ്മീനൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചുമന്ന ഇറച്ചി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പല ടൈപ്പുണ്ട് കേട്ടോ, പല വെറൈറ്റിയും ഉണ്ട്. ഇത് നിങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഈസി ആയിട്ട് കുക്ക് ചെയ്യാം. വലിയ ടേസ്റ്റാണ്. ഒരുപാട് സ്പൈസി ഒന്നും ഉപയോഗിക്കുന്നതല്ല. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം.